Question paper carries options like this. Either you need to write a news report or you may be asked to write a feature. I think it's optional. Most of the time you get a question on news report. As he said, we say newspaper writing is a peculiar way of writing. It's a peculiar genre altogether. We say the writing is almost like an inverted pyramid, right? Yes. So you are bringing the most important aspect on the top of your report. Then you go down and less down. Important and details. When you go down and down, the importance of the information becomes less important and less important. So the first part of the news report normally provides you the 5W1H. തമാശയിൽ പറയാതില്ല 5 ഭാര്യമാരും ഒരു ഹസ്ബൻഡ് എന്ന് പറയാം. അതിലെ when, where, who, what and why. Once you provide answers to all these questions, you get the most important part of the news report. Yes. And that is why it's called inverted pyramid, right? The most important will come on the top of it. Then you go for information that are not significant, right? So like that. I think one important thing you have to consider in writing newspaper report is that it is very factual. And it is very different from editorial. അവിടെയാണ് എഡിറ്റോറിയലും ന്യൂസ് റിപ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. ഇവിടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ യു ആർ ഗിവിംഗ് ഇൻഫർമേഷൻ ടു ദ റീഡേഴ്സ്. എഡിറ്റോറിയലി യു ആർ ടേക്കിംഗ് എ സ്റ്റാൻസ്. അപ്പോൾ ഇവിടെ ഒപ്പീനിയൻസിന് ഒരു സ്ഥാനമില്ല. യു ഷുഡന്റ് റൈറ്റ് യുവർ ഒപ്പീനിയൻസ് ഇൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഈ ലോക പ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകൻ AG ഗാർഡനർ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. Facts are sacred, comments are free. നമ്മൾ ഒരു തരത്തിലും നമ്മുടെ കമന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ് നമ്മുടെ ന്യൂസ് റിപ്പോർട്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ when you write an editorial, you have to make sure that you make a position there. Yes. അത് പത്രത്തിന്റെ സ്റ്റാൻസ് ആയതുകൊണ്ട് എഡിറ്റോറിയൽ ആണ്. പക്ഷേ ന്യൂസ് റിപ്പോർട്ടിൽ അത് ഒരിക്കലും you just provide the data, inputs and information without any bias. എന്ത് നടന്നു എന്ന് പബ്ലിക്കിന് അറിയണം. അത്രേ അതിൽ ആവശ്യമുള്ളൂ. So that is how you write the newspaper report. We'll go for a sample. അതിനു മുമ്പ് നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രസ് റിലീസുമായിട്ട് ചെറിയൊരു കമ്പാരിസൺ ഒരു ആവശ്യമാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. പ്രസ് റിലീസ് ആകുമ്പോൾ അത് ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. പ്രസ് റിലീസ് എപ്പോഴും പ്രോഗ്രാമിന് മുമ്പ് നടക്കുന്നത്. ന്യൂസ് റിപ്പോർട്ട് പരിപാടി നടന്ന് കഴിഞ്ഞ റിപ്പോർട്ട് ഇറ്റ്സ് എ റിപ്പോർട്ട്. അപ്പോൾ അതിൽ ആ ടെൻസ് ഡിഫറൻസ് വരുന്നുണ്ട്. റിപ്പോർട്ട് ആകുമ്പോൾ പാസ്റ്റ് ടെൻസിൽ കംപ്ലീറ്റ് എഴുതണം. അത് പ്രസ് റിലീസ് നോട്ടീസ് ഒക്കെ ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. That's fine. So can we go for the question? Okay, let me read the sample question. The arrival of the new king paved the way for many revolutionary changes in the kingdom. Imagine you are the reporter of an English daily. You are told to prepare a newspaper report highlighting the strange arrival of the new king. Prepare the report. ഇതിന് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് നമ്മളിപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞതാണ്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് യു ക്യാൻ ബ്രിങ് ഇൻ. ഇതൊരു റിപ്പോർട്ടർ ഒരു ന്യൂ കിങ് ഹൂ ലിംഡ് ആണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. സോ വെൻ ദ ന്യൂ കിങ് കെയിം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് റിപ്പോർട്ടർ ക്യാൻ ഗിവ് ഇൻ ദ ന്യൂസ് പേപ്പർ. അതിന്റെ പുതിയ വരവും എക്സൈറ്റ്മെന്റും ത്രില്ലും എത്ര ആൾക്കാരും ഒക്കെ പറയണല്ലോ, അത് ഇൻഫർമേഷൻ വളരെ പ്രധാനമാണ്. ആര് വന്നു, എങ്ങനെയാണ് ജനങ്ങളുടെ റിയാക്ഷൻ, എങ്ങനെയായിരുന്നു എൻട്രിയുടെ സ്റ്റൈൽ ഓഫ് എൻട്രി. സാധാരണ രാജാക്കന്മാരുടെ വരവ് കുറച്ചും കൂടി ഗ്രാൻഡ് ആയിരിക്കുമല്ലോ, ആ എൻട്രിയുടെ റിഫ്ലക്ഷൻസ് വരുത്താം. ആ വരവ് എന്തുകൊണ്ടത് യുണീക്കായി എന്നുള്ളതാണ് അവർ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് അത് ന്യൂസ് വാല്യൂ ഉണ്ടാകുന്നത്. പൊതുവെ പുതുതായിട്ട് ചാർജ് എടുത്ത രാജാവ് മുടന്തനായിരുന്നു, തൊപ്പി വെച്ചുണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടിൽ വരുമ്പോൾ that is something different, that is something unique. ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, നായ മനുഷ്യനെ കടിച്ച റിപ്പോർട്ടല്ല, മനുഷ്യൻ നായെ കടിച്ച റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഈ രാജാവിന്റെ വ്യത്യസ്തത നമ്മൾ ബോളർ ഹാറ്റും ലിംബിംഗ് ആയിട്ടുള്ള നടത്തവും. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങനെയാണ് ഹൈലൈറ്റിംഗ് ദ സ്ട്രേഞ്ച് അറൈവൽ ഓഫ് ദ കിങ് ആണ്. അതാണ് ഹൈലൈറ്റ്. ഇറ്റ് ബിക്കംസ് എ റിപ്പോർട്ട്. അപ്പോൾ ദേ ഹാവ് ടു റൈറ്റ് the arrival of the new king, the people's response of the public, the response of the courtiers, and all can be included. But you cannot write your personal opinion in that. That is in quotes. You should not write that. പക്ഷേ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ കമന്റ്സും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. So that is newspaper report for you. We are going to our next discourse, which is a graph analysis. നിങ്ങൾക്ക് പതിവായിട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള പോലെ വരുന്ന 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രാഫ് തന്നിട്ട് അനലൈസ് ചെയ്യുക. പലതരത്തിലുള്ള ഗ്രാഫുകളുണ്ട്. സോ ഹൗ ഡു വി അനലൈസ് എ ഗ്രാഫ്? അവർ ഉദ്ദേശിച്ചത് ആ ഗ്രാഫിലെ ഡേറ്റകൾ കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നേ ആ ചോദ്യത്തിലൂടെ ചെക്ക് ചെയ്യുന്നുള്ളൂ.
what you have to do, just give a title and have a glance at the data given and proceed to writing. That is all they have to do. എനിക്ക് തോന്നുന്നു ഒരു 3 പാരഗ്രാഫ് നമുക്ക് വളരെ സേഫ് ആയിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ യു കൻ എക്സാക്ട്ലി റൈറ്റ് വാട്ട് ഈസ് ദിസ് ഗ്രാഫ് അബൌട്ട്. അത് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ ഈ ഗ്രാഫ് എന്താണ് സദേൺ ഇന്ത്യയിലെ സിനിമകളുടെ വളർച്ചയെക്കുറിച്ച് എന്നൊക്കെ അത് യു ക്യാൻ ക്ലിയർലി റൈറ്റ് ഇറ്റ്. Secondly, you describe the graph. Exactly, for example, in 2000, എത്ര percentage ആണ്, 2005 ഉയർച്ചയുണ്ടോ താഴ്ചയുണ്ടോ. So you give the data there. Data explain. And the third paragraph, you can, based on this data, you can go for very predictable, you can go for some kind of prediction, some kind of inferences trends based also. on this data. Trend എങ്ങനെയാണെന്നുള്ളത് പറയാം. സ്വാഭാവികമായിട്ടും ഈ ഡാറ്റ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തമിഴ് സിനിമ മലയാളത്തിൽ അധികം വരും. നമ്മുടെ മലയാള സിനിമ വീക്ക് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ടെക്നോളജിയുടെ പെർഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള നെറേറ്റീവ് സ്ട്രക്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇന്റർപ്രിറ്റേറ്റീവ് പോസിബിലിറ്റി തേർഡ് പാരഗ്രാഫിൽ വരും. എനിക്ക് തോന്നുന്നത് വെച്ചാലും നമ്മുടെ ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ദിസ് കുഡ് മീൻ, പെർഹാപ്സ്, ദിസ് ക്യാൻ ഇംപ്ലൈ, ആ രീതിയിലുള്ള ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് എക്സ്പ്രഷൻസ് കൊണ്ടുവന്നാൽ ആ ഒരു തേർഡ് പാരഗ്രാഫ് കുറച്ചുകൂടി പ്രിസൈസ് ആവും. അതുപോലെ ഒരു കോൺട്രാസ്റ്റ് ആൻഡ് കമ്പാരിസൺ അതെന്ന ഡാറ്റയിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വൈരുദ്ധ്യാത്മകതകൾ കണ്ടെത്തി അതിലെ അവരുടെ ആൻസർ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അത് ഡാറ്റ തരുമ്പോൾ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് അങ്ങനെ ആവും ചിലപ്പോൾ ഡാറ്റ തരുന്നത്. എന്ത് തമ്മിലാണ് കമ്പാരിസൺ, ഏതൊക്കെ ഫീച്ചേഴ്സ് തമ്മിലാണ് കമ്പാരിസൺ, അതായത് പല ആംഗിളിൽ നിന്ന് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. എനിക്ക് തോന്നുന്നു ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. Let me read the sample question. Examine the following table prepared by a group of +2 students as a part of the project work on the subject of road accidents in the selected states of India. Then you can see the data. Prepare a report comparing the occurrence of road accidents in these 4 southern states of. So how can we analyze this question? സോ ഇവിടെയാണ് പറഞ്ഞ പല ആംഗിളിൽ നിന്ന് ഇത് കമ്പയർ ചെയ്യാം. 4 സ്റ്റേറ്റ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആവും, ഒരു സ്റ്റേറ്റിലെ പല വർഷങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ആവും. ഇങ്ങനെ യു ക്യാൻ കമ്പയർ ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിൻ്റെ ഫോമാറ്റ് കണ്ടാൽ ഇത് സമ്മറി ആയിട്ട് എഴുതണം എന്നുള്ളതും ആദ്യം we have to explain the given data. Of course, we are talking about the road accidents and the number of people killed in the accidents. So first we'll explain the data. ഓരോ വർഷവും കഴിഞ്ഞ 3 വർഷം 2002 മുതൽ 5 വരെയുള്ള വർഷങ്ങളിൽ 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് നടന്ന മരണങ്ങൾ, ആക്സിഡന്റിലെ മരണങ്ങൾ, ആൻഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഇൻ ഈച്ച് സദേൺ സ്റ്റേറ്റ് ഹൗ ഇറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ്. അങ്ങനെ ആ ഒരു കമ്പാരിസണും ചെയ്യാവുന്നതാണ്. അതുപോലെ ആ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസണും ചെയ്യാം. ഇതിന്റെ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ഇൻഫർമേഷന്റെ ഒരു ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ നമ്മൾ എന്താണ്, it is presented in the graphic format, in the form of a graph. So you are transferring that data in the form of paragraph. So ആ രീതിയിൽ നമ്മുടെ ആ ഗ്രാഫിനെ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് ഫോമാറ്റിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നത്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് ഈ ഒരു എന്താണ് കമ്പാരിസൺ ഓഫ് ആക്സിഡന്റ് റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റ്സ്, അതിന്റെ കാരണങ്ങൾ, ഈ സ്റ്റേറ്റ്സ് തമ്മിലുള്ള വേരിയേഷന്റെ കാരണങ്ങൾ, ഈ കാരണങ്ങളാണ് അടുത്ത പാരഗ്രാഫ് ആയിട്ട് വരേണ്ടത്. ദ റീസൺസ് ഇത് ഒരു പക്ഷെ അവർക്ക് ഇതിൽ തന്നിട്ടില്ലെങ്കിലും അവർ ഇമാജിനറി അനാലിസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിക്കും തോന്നുന്നു നല്ലൊരു റിസർച്ചറുടെ സ്കില്ല് വരേണ്ടതാണ്. നമ്മളൊരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു പോസിബിൾ ഇൻഫ്ലുവൻസ് നടത്തുന്ന ശരിക്കും നല്ലൊരു ക്രിട്ടിക്കൽ സ്റ്റുഡന്റിന്റെ ക്വാളിറ്റി. 1-2 റീസൺസ് എഴുതാൻ പറ്റിയാൽ അനാലിസിന് വളരെ നല്ലൊരു. ഇനി അതുമല്ല പ്ലസ് 2 കുട്ടികൾക്ക് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ ഡാറ്റ കാണിച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആ കഴിവുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അത് ഏത് മേഖലയിലേക്കായാലും ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ പ്രസക്തമായിട്ട് വരുന്നു. Data interpretation is very പ്രസക്തമാണ്. Okay, I think we can move on to our next discourse, which is a comparison of 2 poems. ഇത് പതിവായിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 8 മാർക്കിന്റെ മറ്റൊരു ചോദ്യം. ഒരു പോയം, നിങ്ങൾക്ക് പഠിക്കാത്ത ഒരു പോയം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയം തമ്മിലൊരു കമ്പാരിസൺ, അതിനെ ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് എൻ എസ്സേ. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞപ്പോൾ. വളരെ കൃത്യമാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയം, അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു അറിവ് നിങ്ങൾക്കുണ്ട് ആ പോയത്തെ പറ്റി, അത് നിങ്ങൾ ആദ്യം എഴുതണം. പിന്നീട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള പോയംസ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അത് 1-2 അധികം നേരം സമയം വായിക്കാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് അറിയാവുന്നത് ഒരു 5-6 സെൻറ്റൻസിലാക്കിയിട്ട് എഴുതാം. ആ പോയം ആരെഴുതി, എന്താണ് ആ തീം എന്നൊക്കെ എഴുതാം. Then let's go to another important paragraph comparing these 2 poems. Which are the items you find as a comparison?
In comparison, you can specifically look at the theme of these poems, language of these poems, the poetic styles and techniques like image, simile, metaphors, dictions, etc., etc. You can compare it all this. And along with that, at the end of this comparison, make something of your own. Some critical observation. After, of course, you have read these 2 poems. After reading these 2 poems, you will have something your own to say. Yes. Make at least one original comment. Analyzing on these both 2 poems, I think. Okay, so I think that is going to make a good payment for your effort. Yes, one thing is important, that you have to divide it into paragraphs. Adinoru order undavanam. കുറച്ച് അവിടെ നിന്ന് എഴുതി കുറച്ച് ഇവിടെ നിന്ന് എഴുതി അങ്ങനെയല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഓർഡറിൽ ഈ പോയം കമ്പാരിസൺ നടക്കണം. പറ്റാവുന്ന അത്ര എലിമെന്റ്സിനെ കമ്പയർ ചെയ്യുക, ലാംഗ്വേജ്, സ്റ്റൈൽ, തീം കമ്പാരിസൺ എന്തായാലും ചെയ്യണം. രണ്ടിന്റെയും തീം ഒന്നാണോ ഡിഫറെന്റ് ആണോ എന്നുള്ള, മിക്കവാറും ഒരേ തീമുകളിലാണ് പോയം തരാറ്. പുതിയ തന്ന പോയം വല്ലാതെ കോംപ്ലക്സ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു പോയം എന്തായാലും ഉണ്ടാവുമല്ലോ, അതിന്റെ സമ്മറി വളരെ കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ ഒരു എൻട്രി ലെവൽ മാർക്ക് കിട്ടാൻ അത് മതി. അതെ, of course, if possible, you write something more. If it is difficult. പോയത്തെ കുറിച്ച് അവർ 5-6 സെന്റൻസിൽ ഒതുക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ പഠിച്ച പോയും തന്ന പോയും പിന്നെ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് ജനറൽ സെന്റൻസുകൾ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. We can see many comparison among the poems. There are some striking contrast. എന്നുള്ള സെന്റൻസുകളൊക്കെ അവർക്ക് ഉപയോഗിക്കാം. We can see many poetic techniques in these both poems. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അവരുടെ ആൻസർ ഇസ് വെരി. പിന്നെ കുറേ കോമൺ എക്സ്പ്രഷൻസ് ഉണ്ട്. സിമിലർലി, ഇൻ ദ സെയിം വേ, ലൈക്ക് ദിസ്, ഓൺ ദ അതർ ഹാൻഡ്, ഹൗഎവർ, ബട്ട് ഇങ്ങനെയുള്ള ചില എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞ് അതിനെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുക. എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും പരാതി പറഞ്ഞു കേൾക്കാറുള്ളത്, എക്സാം എഴുതാൻ സമയം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ എക്സാം ഇംഗ്ലീഷ് എക്സാം ആണ്, അത് തീർക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. വി കുഡന്റ് മാനേജ് ദ ടൈം വെൽ, കുറേ അധികം എഴുതാണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2.5 മണിക്കൂറിൽ എഴുതി തീർക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനുള്ള ക്വസ്റ്റ്യൻസേ അതിൽ ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ടൈം, ദാറ്റ് മീൻസ് യു ആർ നോട്ട് മാനേജിങ് യുവർ ടൈം പ്രോപ്പർലി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് കഴിഞ്ഞ എക്സാമുകളുടെ പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാവുന്നത് ഏകദേശം 14 ചോദ്യങ്ങൾ, അത് ഒരു 15-ഓ 13-ഓ ഒക്കെ ആയി വരാം. ഐഡിയൽ നമ്പറായിട്ട് 14 ചോദ്യങ്ങൾ എന്ന് തന്നെ പറയാം. അത് തുടങ്ങുന്ന പലപ്പോഴും ഒരു 1-2 മാർക്കിനുള്ള ചെറിയ ചോദ്യങ്ങളായിട്ട് അവസാനിക്കുന്നത് പലപ്പോഴും ഗ്രാഫ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു 8 മാർക്കിനുള്ള അതുപോലുള്ള ഒരു ചോദ്യം തന്നിട്ടായിരിക്കും. അതിനിടയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 8-7 മാർക്കുകളിൽ വരുന്ന ഒരു 5 ടോപ്പിക് ആദ്യം നിങ്ങൾ അതാ പഠിക്കേണ്ടത്. സ്പീച്ച്, ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ, കമ്പാരിസൺ ഓഫ് പോയംസ്, ഗ്രാഫ് അനാലിസിസ് ആൻഡ് എഡിറ്റോറിയൽ. ഇത്രയും ടോപ്പിക്ക് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്ത പോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ you have to go to the other short answers, just like a character sketch, profile, debate point, notice, press release. ഇത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെത് ചെറിയ കാര്യങ്ങൾ, അഡ്വൈസ്, ഇൻസ്ട്രക്ഷൻസ് എന്നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ വളരെ സേഫാണ് നിങ്ങൾ. യു ക്യാൻ സ്കോർ ഹൈ, ഐ ആം ഷുവർ. And sir, can we think of the time management? How can we? What kind of time management കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ കുഴപ്പം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ആ രീതിയിലുള്ള ആൻസറിന്റെ വേർഡ് ലെങ്ത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് അറിയുന്നതല്ല പ്രശ്നം, ചോദിച്ച ചോദ്യവും അതിനുള്ള മാർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുതേണ്ടത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 വർഷം പഠിച്ചതിന്റെ സാധനം അവസാനം 2.5 മണിക്കൂർ കൊണ്ട് നോക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ പ്രധാനമാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്ന കാര്യം വളരെ എഫിഷ്യൻ്റായി, വളരെ കൺവിൻസിംഗ് ആയി, വലിയ കുഴപ്പമില്ലാത്ത ലാംഗ്വേജിൽ. പലപ്പോഴും എന്താ വെച്ചാൽ കുട്ടികൾ ഒരുപാട് എഴുതി വെക്കുന്ന ടെൻഡൻസി ഉണ്ട്. ഒരുപാട് എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നുള്ളൊരു പഴയ കോമൺ സെൻസാണ്. അതിൻ്റെ ആവശ്യമില്ല. വളരെ കൃത്യമായി തെറ്റില്ലാതെ ആ ക്വാണ്ടിറ്റി, നിങ്ങളോട് പറഞ്ഞ മാർക്കിനുള്ള ക്വാണ്ടിറ്റി ആൻസർ മതി. പിന്നെ ഏത് ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ഒരു അവരെ പൊസിഷൻ, അവരെ അസ്യൂം ചെയ്യേണ്ട പൊസിഷൻ, പിന്നെ എന്താണ് അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ടൈം ഒരു 15 മിനിറ്റ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് കിട്ടും. ആ സമയത്ത് you have to understand the question very clearly. Now we have gone through the most important discourses of the syllabus and all the lessons in your English book. So I think you got a very brief idea of how you have got to prepare for your exam as well. And you know that it's very important to learn English these days, not just for your exams but for your future purposes. So
we are winding up this program for the day. Our 4 episodes are over. So thank you for joining us in Pep Talk, Learn More for English. We are signing off once again. Just bye from Salih, Shias and Sunita. So all the best for your exams. Hope you'll write these exams very well, and we will see you in flying colors. Thank you very much. Okay.